പിന്നെ അപ്പത്തിൻ്റെ മാവിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോകാം. ഇതിപ്പോൾ ദോശയുടെ മാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം എടുക്കൂല, ഇതിൽ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് കൂടെ അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ ആ കാണിച്ച വെജിറ്റബിൾസ് എല്ലാം ഒന്നും എടുത്തിട്ടില്ല, എല്ലാത്തിൻ്റെയും പകുതി വീതമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഇതിൽ ചേർക്കാൻ ആവശ്യമായത്. അപ്പോൾ തക്കാളിയുടെ അകത്തിരിക്കുന്ന ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് വേറെ കറി ചേർക്കാം. അപ്പം ക്യാരറ്റ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ സവാള, ക്യാപ്സിക്കം ഇങ്ങനെ അരിഞ്ഞെടുത്തോളൂ. ഇത്രയും മതി. ഇതിന് എത്രത്തോളം പൊടിയായിട്ട് അരിയുക, വളരെ പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഈ വെജിറ്റബിൾസൊക്കെ എത്രത്തോളം പൊടിയായിട്ട് അരിയാം അത്രത്തോളം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോഴേ ഈ ക്യാപ്സിക്കം കയ്യിലില്ലാത്തവർക്ക് പച്ചമുളക് എടുത്താലും മതി. ഈ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എടുക്കുമ്പോഴത്തേക്ക് മാവ് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് വേണം എടുക്കാൻ. ഇത് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മാവെന്ന് പറഞ്ഞാൽ ദോശയുടെ മാവാണ്, ഇന്നലെ തലേന്ന് ആട്ടി വെച്ച. അതുകൊണ്ട് ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. അന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പച്ചട്ടിയാണ്. ഇത് നമ്മൾ എടുത്തൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ് അടച്ച് വേവിച്ചെടുക്കുന്നത്. ഇനി തീ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ 4 ഇറ്റി ഒന്ന് എണ്ണയൊന്ന് തൊട്ട് കൊടുക്കണം. ഇതിന് നമുക്ക് ഇളക്കി മാറ്റാം. നമുക്കത് പാനകത്ത് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഇത് എണ്ണ ഇങ്ങനെ തൊട്ട് കൊടുക്കണം കോരി ഒഴിക്കുമ്പോഴേ. ഞാൻ ആദ്യമേ എണ്ണ തടവാനങ്ങ് വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊരു കറിയായിട്ടൊരു ചമ്മന്തി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അപ്പച്ചട്ടിയിൽ കോരി ഒഴിച്ചതാണ്, അത് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഫ്രൈ പാനിൽ കോരി ഒഴിച്ച് ഇത് ദോശയുടെ മാവിലാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തത്. ഇപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ടേസ്റ്റ് ഒക്കെ വരും. നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം.